ഹായ് രോൺ. അപ്പോൾ റഷ്യയിലുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയുടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. അപ്പം ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എവിടെയാണെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് പല ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റഷ്യയിലുള്ള പല യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി പ്രിവ്യൂസ് ആയിട്ട് കുറേ മുമ്പ് ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നല്ല വെതറും നല്ല ക്ലൈമറ്റൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മലയാളി ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, എൻ്റെ പേര് ഇജാസ്. അപ്പോൾ നമുക്കിന്ന് റഷ്യയിലുള്ള ക്രസ്നോദാർ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് ഇന്ന് ഒരു ട്രാവലിംഗ് ചെയ്യാം. അപ്പം യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ട ആ ഒരു ക്രസ്നോദാറിൻ്റെ ഒരു കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ക്രസ്നോദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ കേരളത്തിൻ്റെ സെയിം ക്ലൈമറ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ ചൂട് തന്നെയാണ്. അപ്പോൾ വളരെ ഒരു 9 മന്തോളം ചൂട് തന്നെയാണ് ക്രസ്നോദാറിൽ വരുന്നത്. അതുപോലെ തന്നെ വളരെ ഒരു 2-3-4 മാസം മാത്രമാണ് ഇവിടെ തണുപ്പ് വരുന്നത്. തണുപ്പെന്ന് പറയാൻ പറ്റില്ല, അവിടെ വലിയ തണുപ്പൊന്നുമില്ല. അത്രയും റഷ്യയിലെ തന്നെ ഏറ്റവും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ക്രസ്നോദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ ക്രസ്നോദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കാം, കാണാം. അപ്പോൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതൽ അറിയാം, ഇവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. വലിയ എമൗണ്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എസ്പെഷ്യലി ഫോറിൻ സ്റ്റുഡൻസിനൊക്കെ വളരെ ചീപ്പായിട്ട് വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ് ഇവിടുത്തെ റഷ്യയിലുള്ള ഈ ഒരു കുബാൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി. ഗസുദാർസ്തവ യൂണിവേഴ്സിറ്റിയാണ്, അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇയറിലെ ഒരു വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വളരെ ചീപ്പ് റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാൻ പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂണിവേഴ്സിറ്റിയിലെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ഫസ്റ്റ് ഒരു വർഷത്തേക്കുള്ള പ്രിപ്പറേറ്ററി കോഴ്സാണ് ഇവിടെ വരുന്നത്. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ലാംഗ്വേജ് കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ റഷ്യയുടെ പല ഭാഗത്തും ഇങ്ങനെയുള്ള പ്രിപ്പറേറ്ററി കോഴ്സ് ആളുകളും വന്ന് ഇവിടെ ചെയ്യുന്നുണ്ട്. റഷ്യൻ്റെ പല ഒബ്ലാസ്റ്റിലും പല സ്റ്റേറ്റിലും വന്നിട്ട് ഇവിടെ ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നു. വളരെ ചീപ്പായിട്ട് പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയും കൂടിയാണ് അത്. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, മനസ്സിലാക്കി. അപ്പം നിങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ എനിക്ക് യൂണിവേഴ്സിറ്റിയുമായിട്ട് ഇതിൻ്റെ ഒരു അൾജീരിയ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് നേരത്തെ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോഴാണ് പുള്ളി യൂണിവേഴ്സിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. പക്ഷേ പുള്ളി കറൻ്റ്ലി അവിടെ ഉണ്ടായിരുന്നില്ല, മോസ്കോയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഒരുപാട് സ്റ്റുഡൻസിനൊക്കെ കാണാൻ പറ്റി, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയൊരു സിറ്റുവേഷൻ അനുസരിച്ച് പല യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ വരാം, പക്ഷേ പഠിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്ന ആളുകൾക്ക് മാത്രം വരാം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ പുതിയൊരു റൂൾ അനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ജോലി ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇവർ നൽകുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അതിൽ വളരെ റെയറായിട്ട് നിങ്ങൾക്ക് ചോദിച്ച് അവരെ പെർമിഷൻ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ ക്ലാസ്സിന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ അറിയാതെ നിങ്ങൾ വന്നിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഇങ്ങനെയാണ് സംഭവം, നമ്മളിങ്ങനെ അറിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇത് വരരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഇന്നലെ പോയി അവിടുന്ന് അതിൻ്റെ മെയിനായിട്ടുള്ള ഹെഡായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്താണ്. അപ്പോൾ അവരിങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും ഒരുപാട് സ്റ്റുഡൻസൊക്കെ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർ അത്യാവശ്യം നല്ല എമൗണ്ട് ഏൺ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഒരുപാട് സ്റ്റുഡൻസൊക്കെ ഇവിടെ വന്നിട്ട് അത്യാവശ്യം പല സെക്ഷനിലും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വർക്കൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും. എസ്പെഷ്യലി ഫോറിൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ലാംഗ്വേജ് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ജോബ് കണ്ടെത്താന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഫാക്ടറി ജോബുകളിലൊക്കെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഏൺ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡെലിവറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് വലിയൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോൾ അവിടെ അത്യാവശ്യം ഒരു ബൈക്ക് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ
ഇവിടെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വർക്ക് വിസയൊക്കെ ഒരുപാട് വർക്ക് വിസയും കാര്യങ്ങളൊക്കെ റഷ്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ റഷ്യയിൽ വർക്ക് വിസയിൽ കമ്പനി അണ്ടറിൽ വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ കമ്പനി അണ്ടറിൽ വന്ന് ജോലി ചെയ്യാം. ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് റഷ്യൻ ലാംഗ്വേജിനോട് താല്പര്യമുള്ള ആളാണെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ നിങ്ങളിവിടെ ജോലി കണ്ടെത്താന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു ഇൻകം നിങ്ങൾക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും റഷ്യയിൽ ഈ ഒരു പ്രിപ്പറേറ്ററി കോഴ്സിൽ. അപ്പോൾ വലിയൊരു എമൗണ്ട് വളരെ തുച്ഛമായ ഹോസ്റ്റൽ ചാർജൊക്കെ ഇവിടെ ഉള്ളൂ. ഒരു 20,000 ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ ഹോസ്റ്റൽ ചാർജൊക്കെ വരുന്നുള്ളൂ പെർ ഇയർ. പിന്നെ അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ ആയാലും വളരെ ചെറിയ എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള ആളുകളൊക്കെയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ വരാനുള്ള കാരണം ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ എസ്പെഷ്യലി എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ നോർത്തിൽ ആണ് സ്റ്റേ ചെയ്തുകൊണ്ടുണ്ടായത്. അപ്പം നോർത്തിൽ നിന്ന് വിട്ട് ഒരു മറ്റേ എന്താ പറയുക ഒരു ക്ലൈമറ്റൊക്കെ ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്തു. അതായത് ഈ ഒരു സമ്മർ, അതായത് ക്രാസ്നദാർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ക്രാസ്നദാർ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് സെറ്റ്. ഒരുപാട് പേർക്ക് ഈ നമ്മളിപ്പം എന്താ പറയുക ഇക്കരെ നിൽക്കും പക്കര പച്ചാരി തോന്നുന്നു. അപ്പം പല ആൾക്കാർക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ക്രാസ്നദാർ നല്ലൊരു ടൗൺ ആണ്, നല്ലൊരു സിറ്റിയാണ്. അത്യാവശ്യം ഭാഷയും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജോലി സാധ്യതകൾ ഒരുപാട് ഇല്ല ഒരു സിറ്റിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ജോലി കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനത്തോടു കൂടി ഇവിടെ ജോലി ചെയ്യാൻ പറ്റും. പക്ഷേ അത് ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചെടുത്ത് വരും. കാരണം ഇവിടെ അത് റഷ്യൻ്റെ പല ഭാഗങ്ങളിലും എസ്പെഷ്യലി നിങ്ങൾ ജോലിക്ക് വിളിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഷ്യൻ പാസ്പോർട്ട് ഉണ്ടോ, റഷ്യൻ ഗ്രാജധാനി റഷ്യ ആണോ എന്നും ചോദിക്കുന്നുണ്ട് അവർ. അതായത് നിങ്ങൾക്ക് റഷ്യൻ പാസ്പോർട്ട് ഇല്ലാത്ത ആളുകളെ റഷ്യയിലേക്ക് അവർ ജോലിക്ക് എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. അപ്പോൾ പക്ഷേ എന്നാലും പല കമ്പനികളും അതൊന്നും വകവെക്കാതെ ജോലിക്ക് ആളുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ അതിനെ ജോലിയെക്കുറിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളെ വെച്ച് വേണം നിങ്ങൾ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ നിങ്ങളെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ലീഗലി ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ജോബ് തരും. എസ്പെഷ്യലി നിങ്ങൾ ഇവിടുന്ന് ഒരു പ്രൊപ്പിസ്ക് എടുക്കാണ്ട്, അതായത് രജിസ്ട്രേഷൻ പ്ലസ് നിങ്ങൾ ഗബൂർ എടുക്കാണ്ട്, അതായത് കോൺട്രാക്റ്റും കൂടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റഷ്യയിൽ ലീഗലായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ പല കമ്പനികളും രജിസ്ട്രേഷനും പ്രൊപ്പിസ്ക്കൊന്നും ചോദിക്കുന്നില്ല. എന്നാൽ പോലും നിങ്ങളിത് എടുത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ലീഗലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.